पिछले दिन जो कहानी पढ़ी थी जरा नाम तो बताओ। കുട്ടികളെ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പാഠം പഠിച്ചിരുന്നു. അതിൻ്റെ പേരൊന്ന് പറയൂ. हाँ, बेर बाहुटी। ബീർ ബഹുട്ടി അല്ലേ? और कहानी का കഥ എഴുതിയത് ആരായിരുന്നു? बताइए। പറയൂ. अच्छा, प्रभात। ठीक है। പ്രഭാതായിരുന്നു അല്ലേ? बेर बाहुटी क्या है? ബീർ ബഹുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? बताइए। നിങ്ങൾ പറയൂ. लाल रंग की बरसाती कीड़ा है। അപ്പം ചുവന്ന നിറത്തിലുള്ള മഴക്കാലത്ത് വരുന്ന ഒരു പ്രാണിയാണല്ലേ ബീർ ബഹുട്ടി. उसकी विशेषताएं क्या क्या हैं? അപ്പം ഇതിൻ്റെ വിശേഷതകൾ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, എന്തൊക്കെയായിരുന്നു? बताइए। सुर्ख, मुलायम। സുർക്ക് എന്ന് പറഞ്ഞാൽ റെഡ് കളറുള്ള അല്ലേ? മുലായം എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആണ്. और गदबदी। പിന്നെ ഗദ്ബദി കോമളമായിട്ടുള്ള ഒരു പ്രാണിയാണ് ബീർ ബഹുട്ടി. कहानी के पात्र कौन कौन हैं? കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? अच्छा, बेला और साहिल। ബേലയും സാഹിലും ആണല്ലേ? कहानी का अंतिम भाग है 5वीं कक्षा का। അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കഥയുടെ ഏറ്റവും അവസാന ഭാഗമാണ് रिजल्ट आ गया। 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട്. 5वीं कक्षा का റിസൾട്ട് ആ गया അല്ലേ? 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. उनका स्कूल तो 5वीं तक ही था। दोनों അപ്പോൾ അവരുടെ അവരുടെ സ്കൂള് 5ാം ക്ലാസ് വരെ ഉള്ളായിരുന്നു. अलग अलग स्कूलों में जाने वाले हैं। രണ്ടും പേരും വേറെ വേറെ സ്കൂളിൽ പോകാനിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ സ്കൂൾ 5ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നുള്ളൂ. देखिए बच्चों, साहिल और बेला अलग अलग स्कूलों में जाने वाले हैं। क्यों? അപ്പോൾ കണ്ടോ, സാഹിലും ബേലയും വെവ്വേറെ സ്കൂളുകളിൽ പോകാൻ പോവുകയാണ്. അതെന്തുകൊണ്ടാണ്? हाँ, रिजल्ट आ गया। उनका स्कूल तो 5वीं तक ही था। അപ്പം അതിൻ്റെ കാരണം എന്താണ്? അവരുടെ റിസൾട്ട് വന്നു. ഇവരുടെ സ്കൂൾ 5ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. इसलिए दोनों अलग अलग स्कूलों में അതുകൊണ്ടാണ് രണ്ടുപേരും വെവ്വേറെ സ്കൂളുകളിൽ പോകുന്നത്. जाने वाले हैं। बच्चों, आप ये 2 वाक्य देखें, स्लाइड पर देखें। അപ്പോൾ നമുക്ക് 2 വാക്ക് നോക്കാം. 2 സെൻറ്റൻസ് ഉണ്ട് സ്ലൈഡിലുള്ളത്, അതൊന്ന് നോക്കാം. बेला राजकीय कन्या पाठशाला में पढ़ेगी। देखिए, बेला राजकीय कन्या पाठशाला में पढ़ेगी। അപ്പോൾ ബേല രാജകീയ കന്യാ പാഠശാലയിൽ പഠിക്കുമെന്നാണ് പറയുന്നത്. അതായത് ബേല എവിടെയാണ് പഠിക്കാൻ പോകുന്നത്? ഒരു സർക്കാർ സ്കൂളിൽ പഠിക്കാൻ പോവുകയാണല്ലേ. അത് ബേല എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ട് തന്നെ പടേങ്കി എന്നാണ് ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. साहिल अजमेर की एक पाठशाला में അപ്പോൾ സാഹിർ അജ്മീറിലെ ഒരു പാഠശാലയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയോട് എഴുതിയിട്ടില്ല. അവിടെ എന്തായിരിക്കും വരുന്നത്? സാഹിൽ എന്നുള്ളത് പുല്ലിംഗമാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും വരുന്നത്? क्या होगा? ध्यान दीजिए, बताइए दूसरे वाक्य का क्रिया रूप क्या होगा? അവിടെ എന്തായിരിക്കും വരാൻ പോകുന്നത്? ठीक नहीं। हाँ, पढ़ेगा। अच्छा, ये तो ठीक है। പടേക എന്നാണ് അവിടെ വരുന്നത് അല്ലേ? സാഹിൽ പുല്ലിംഗം ആകുമ്പോൾ പുല്ലിംഗ വചനത്തിൻ്റെ അവിടെ എന്താ? പടേക എന്നാണ് വരുന്നത്. देखिए, ये स्लाइड देखिए। അടുത്ത സ്ലൈഡ് നോക്കൂ. पढ़ेगी, साहिल पढ़ेगा, बच्चा पढ़ेगा, बच्ची पढ़ेगी, बैठा आएगा, बैठी आएगी, बैठे आएंगे, अध्यापिका आएगी, अध्यापक आएंगे। देखिए बच्चों, पढ़ते समय ऐसी भाषाई बातों पर भी जरूर. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, അപ്പോൾ ഇവിടെ അധ്യാപിക കുറേ വാക്യങ്ങൾ പറഞ്ഞല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ത്രീലിംഗ വചനവും പുല്ലിംഗ വചനവും ഒക്കെ വരുന്ന ആ വാക്കുകളൊക്കെ ഒന്ന് നിങ്ങൾ പഠിക്കുമ്പോഴും ശ്രദ്ധ കൊടുക്കണം നിങ്ങളുടെ പഠിക്കുന്ന സെൻറ്റൻസുകളിലൊക്കെ. ध्यान दें। तो बच्चों, बेला राजकीय कन्या पाठशाला में पढ़ेगी और साहिल
अजमेर की एक पाठशाला में पढ़ेगा। अर्थात बेला और साहिल अलग अलग होने वाले हैं. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബേല ഒരു രാജകീയ കന്യ സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. അതുപോലെ സാഹിലാണെങ്കിൽ അജ്മോറിലൊരു സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാൽ അവർ രണ്ടുപേരും വെവ്വേറെ സ്കൂളുകളിലേക്ക് പോവുകയാണല്ലേ. उनकी दशा क्या होगी? അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർ പിരിയുമ്പോൾ ഉള്ള അവരുടെ ആ അവസ്ഥ ദശ എന്തായിരിക്കും? पाठभाग देखें. പാഠഭാഗത്തിലേക്ക് നമുക്ക് നോക്കാം. पन्ना संख्या 11. देखिए, साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का. അപ്പോൾ സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കുകയായിരുന്നു. ഓർ ബേല ആരുടെ ആയിരുന്നു? സാഹിലിൻ്റെ റിപ്പോർട്ട് കാർഡ് നോക്കുകയായിരുന്നു. आज आखिरी बारी वे एक दूसरे की कोई चीज को झुक कर देख रहे थे. അപ്പോൾ അന്ന് അവസാനമായിട്ടാണ് അവർ രണ്ടുപേരും അവരവരുടെ സാധനങ്ങൾ തൊട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ആഖരി എന്ന് പറഞ്ഞാൽ അവസാനം എന്നാണ്. അവസാനമായിട്ട്. तुम्हारी आंख में आंसू क्यों आ रहे हैं बेला? നിന്റെ കണ്ണിൽ എന്താണ് ഇങ്ങനെ കണ്ണീര് വരുന്നത് എന്ന് ബേലയോട് സാഹിൽ ചോദിച്ചു. मुझे क्या पता? മുച്ചേക്കാപ്പത്ത, എനിക്ക് എങ്ങനെ അറിയാം? बेला ने डबडबाई आंखों से हंसते हुए कहा. അപ്പോൾ അവളുടെ വിങ്ങിപ്പൊട്ടിയ കണ്ണിൽ ചിരിച്ചുകൊണ്ട് ബേല പറഞ്ഞു, എനിക്കെങ്ങനെ അറിയാം എന്ന് പറഞ്ഞു. देखिए बच्चों, दोनों एक दूसरे के रिपोर्ट कार्ड देख रहे थे ना. दोनों की आंखों में आंसू भी. हाँ അപ്പോൾ जरा രണ്ടുപേരും റിപ്പോർട്ട് കാർഡ് നോക്കുമായിരുന്നു. രണ്ടുപേരുടെയും കണ്ണിൽ കണ്ണുനീരും ഉണ്ടായിരുന്നു. देखिए कि कहानी का प्रभात ने इसका वर्णन कैसे किया है. അപ്പോൾ നമ്മുടെ പ്രഭാത്, അതായത് ഇതിൻ്റെ ലേഖകൻ, കഥയുടെ ലേഖകൻ അവരുടെ വിഷമത്തെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് നോക്കിക്കേ. स्लाइड देखिए. ഈ സ്ലൈഡ് നോക്കാം. तुम्हारी आंख में आंसू क्यों आ रहे हैं बेला? നിന്റെ കണ്ണിൽ എന്തുകൊണ്ടാണ് കണ്ണുനീര് വരുന്നത് ബേല? मुझे क्या पता? बेला ने डबडबाई आंखों से हंसते हुए कहा. കണ്ടോ, यही तो बेला की दशा है. अब അപ്പോൾ जरा ബേലയുടെ അവസ്ഥയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അവളുടെ കണ്ണ് അവൾ പൊട്ടി നിറഞ്ഞിരിക്കുകയായിരുന്നു. എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുച്ചേക്ക് അപ്പത്ത. അതായിരുന്നു ബേലയുടെ അവസ്ഥ. साहिल को देख लें. ഇനി നമുക്ക് സാഹിലിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. स्लाइड देखिए. साहिल की आंखें बेर बहुटी की तरह लाल होने लगी थी. അപ്പം സാഹിലിൻ്റെ കണ്ണ് ബീർബഹുട്ടിയെ പോലെ, ബീർബഹുട്ടിയുടെ നിറം ഞാൻ പറഞ്ഞല്ലേ ചുവപ്പ്, അപ്പോൾ ബീർബഹുട്ടിയെ പോലെ ചുവക്കാൻ തുടങ്ങിയിരുന്നു. और उनमें बारिश की बूंदों सा पानी भर गया था. അതുപോലെ ആ കണ്ണുകളിൽ മഴത്തുള്ളികൾ പോലെ, ബൂന്ത് എന്ന് പറഞ്ഞാൽ തുള്ളിയാണ്. അപ്പോൾ ബാരിഷ്കി ബൂന്ത് എന്ന് പറയുമ്പോൾ മഴയുടെ തുള്ളികൾ, മഴത്തുള്ളികൾ പോലെ ആ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞിരുന്നു. साहिल की दशा देखें. സാഹിലിൻ്റെ അവസ്ഥ ഇതായിരുന്നു. साहिल की आंखें बेर बहुटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. बच्चों, अब हम कहानी का अंतिम मार्मिक भाग देख लें. നമുക്ക് കഥയുടെ ഏറ്റവും അവസാന ഭാഗം നോക്കാം. संख्या 11. देखिए पाठभाग. यह बारिशों से पहले की बारिश का एक दिन था. അപ്പോൾ ഇത് മഴക്കാലത്തിന് മുമ്പ് മഴയുള്ള ഒരു ദിവസമായിരുന്നു. आसमान में घटाएं घिरी थी. അതായത് ആകാശത്തെല്ലാം മേഘങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. धूल भरी तेज हवाएं चल रही थी. അപ്പോൾ പൊടിപടലങ്ങൾ നിറഞ്ഞ വളരെ ശക്തമേറിയ അല്ലെ വേഗതയേറിയ കാറ്റ് അവിടെ എല്ലാം വീശുന്നുണ്ടായിരുന്നു. पानी बरस रहा था. മഴ പെയ്യുന്നുണ്ടായിരുന്നു. फुलेरा कस्बे की बादल छाई एक गली में 5वीं से 6वीं में चली गई एक लड़की जा रही थी. അപ്പോൾ ഫുലേര എന്ന് പറഞ്ഞ ഒരു ചെറുപട്ടണത്തിലെ ഒരു ഗലിയിൽ ഇങ്ങനെ മേഘങ്ങൾ മൂടി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവഴി ഒരു 5ാം ക്ലാസ്സിൽ നിന്ന് 6ലേക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി പോകുന്നുണ്ടായിരുന്നു. उसके भूरे बाल बेरबहुटियों के रंग के लाल रिबन से बंधे थे.
അപ്പോൾ അവളുടെ മുടി മുഴുവൻ, ആ പെൺകുട്ടിയുടെ തലമുടി മുഴുവൻ ബീർ ബഹുട്ടിയുടെ നിറത്തിലുള്ള റിബൺ, അതായത് ബീർ ബഹുട്ടിയുടെ നിറം എന്താണ്, റെഡ് അല്ലേ, അപ്പോൾ ആ റെഡ് കളറിലുള്ള റിബൺ വെച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. दूसरी दिशा को जाती एक गली में 5वीं से चढ़ी അപ്പം അതിൻ്റെ മറ്റൊരു വശത്തേക്ക് പോകുന്ന ഗലിയിലേക്ക് ഒരു ആൺകുട്ടി 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പോകുന്ന ही में गया एक 11 साल का लड़का जा रहा ഒരു 11 വയസ്സുള്ള ലഡ്ക പോകുന്നുണ്ടായിരുന്നു. था. इसकी पिंडली में वीर बाहुटी के रंग का सा 1 इंच लंबा चोट का निशान था. അപ്പോൾ അയാളുടെ കാലിൻ്റെ പിണ്ടലി എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ആ മുട്ടിന് ബാക്കിലായിട്ടാണ് ബീർ ബഹുട്ടി പോലെ തോന്നുന്ന, അല്ലെങ്കിൽ ബീർ ബഹുട്ടിയുടെ അതേ നിറത്തിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. ബീർ ബഹുട്ടിക്ക് രംഗ് കാ സാ 1 ഇഞ്ച് ലംബ ചോട്, അപ്പോൾ 1 ഇഞ്ച് ലംബ, 1 ഇഞ്ച് വലിപ്പമുള്ള ഒരു മുറിവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കാലിൻ്റെ പിന്നിലായിട്ട്. स्लाइड देखिए. या बारिशों से पहले की बारिश का एक दिन था. ഇത് മഴക്കാലത്തിന് മുമ്പേ മഴയുള്ളൊരു ദിവസമായിരുന്നു. एक बार भी देखिए. या बारिशों से पहले की बारिश का एक दिन था. देखिए कितना सुंदर वर्णन है. कहानीकार ने ഇത് എത്ര സുന്ദരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ. क्यों ऐसा कहा होगा? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ലേഖകൻ അല്ലെങ്കിൽ കഥ എഴുത്തുകാരൻ അങ്ങനെ പറഞ്ഞത്? बेला और साहिल दोनों की आंखों में पानी है ना. അപ്പോൾ ബേലയും സാഹിലും രണ്ടുപേരുടെ കണ്ണിലും കണ്ണുനീരുണ്ടല്ലേ. संयोग से उस समय बारिश भी थी. ആ സമയത്ത് അതേപോലെ തന്നെ മഴയും പെയ്തു. बच्चों की आंखों में पानी. बाहर प्रकृति भी उनके साथ. അപ്പോൾ ആ കുട്ടികൾ കരയുന്ന സമയത്ത് വെളിയിൽ പ്രകൃതിയും അവരോടൊപ്പം തന്നെയായിരുന്നു. പ്രകൃതിയിലും മഴ പെയ്യുകയായിരുന്നു അല്ലേ. दोनों अलग अलग होकर जा रहे हैं. അവർ രണ്ടുപേരും പിരിയാൻ പോവുകയാണ്. कहानीकार कभी मनुष्य के मन की भावना को दिखाने के लिए അപ്പം എഴുത്തുകാരൻ മനുഷ്യൻ്റെ മനസ്സിലെ ആ ഒരു ഭാവനയെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ മഴയുമായിട്ട് ഉപമിച്ചിരിക്കുകയാണ്, ആ ബേലയുടെ സാഹലിൻ്റെ വിഷമത്തെ അല്ലേ. प्रकृति की सहायता लेते हैं. അപ്പോൾ അവിടെ അതിന് വേണ്ടിയിട്ട് പ്രകൃതിയുടെ സഹായം തേടിയിട്ടുണ്ട് എഴുത്തുകാരൻ. ആ മഴയുടെ ഓരോരോ വാക്കുകൾ വെച്ചിട്ടല്ലേ ആ വിഷമങ്ങൾ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയുടെ സഹായം എടുത്തിട്ടുണ്ട്. ये चित्र देखिए. ഈ ചിത്രം നോക്കാം. अब हम जरा देखिए कि लेखक ने बेला और साहिल की दोस्ती का वर्णन कैसे किया है. അപ്പോൾ നമുക്ക് നോക്കാം കഥാകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ എങ്ങനെയാണ് ബേലയുടെയും സാഹിലിൻ്റെ ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ സുഹൃത്ത് ബന്ധത്തെ വർണ്ണിച്ചിരിക്കുന്നതെന്ന്. देखिए दोनों साथ साथ स्कूल जाते हैं. खेतों में बेर बाहुटियों को खो ദോനോ സാത്ത് സാത്ത് സ്കൂൾ ജാത്തെ ഹെ അല്ലേ, അവർ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോകുന്നത്. ഖേത്തോമേം ബീർ ബഹൂട്ടിയൊക്കെ കോച്ചത്തെ ഹെ, വയലുകളിലൊക്കെ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ പോയിട്ട് ബീർ ബഹൂട്ടിയയ്ക്ക് വേണ്ടി അവർ തിരയാറുണ്ടായിരുന്നു ഒരുമിച്ച്. हैं. दोनों साथ साथ दुकान जाते हैं. അവർ രണ്ടും ഒരുമിച്ചായിരുന്നു കടയിൽ ദുക്കാനിൽ പോയിക്കൊണ്ടിരുന്നത്. कक्षा में पास पास बैठते हैं. ക്ലാസ്സിൽ ഒരുമിച്ച് പാസ് പാസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തായിരുന്നു ഇരിക്കുന്നത്. साथ साथ पढ़ते और खेलते हैं. അപ്പോൾ അവർ പഠിക്കുകയും കളിക്കുകയും ചെയ്യുന്നതും ഒരുമിച്ചായിരുന്നു അല്ലേ. പഠിത്തേ ഓർ കേൾത്തെ, പഠിക്കുകയും കളിക്കുകയും ഒരുമിച്ചായിരുന്നു ചെയ്യുന്നത്. रिजल्ट के दिन दोनों अलग अलग होने वाले हैं. അപ്പോൾ റിസൾട്ട് വരുന്ന ദിവസം ഇവർ രണ്ടുപേരും പിരിയാൻ പോവുകയാണല്ലേ. दोनों की आंखें भर जाती हैं. രണ്ടുപേരുടെയും കണ്ണ് നിറയുകയാണ്. एक बार भी देखिए. दोनों साथ साथ कक्षा में पास पास बैठी आंखें भर जाती हैं. अब हम इस कहानी की मुख्य घटनाएं एक बार फिर देख लें. അപ്പോൾ ഈ കഥയിലെ മുഖ്യ ഭാഗങ്ങളെല്ലാം നമുക്ക് ഒന്നുകൂടി നോക്കാം. जरा एक एक करके बताइए. देखिए बच्चों, बेला और साहिल का बेर बाहुटियों को खोजना. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞല്ലേ, ബേലയും സാഹിലൂടെ ഒരുമിച്ച് ബീർ ബഹൂട്ടിയെ തിരയാൻ പോകുമായിരുന്നു. स्याही भरने दुकान जाना.
അതുപോലെ അവർ മഷി വാങ്ങിക്കാനായിട്ട് കടയിൽ പോയായിരുന്നു അല്ലേ ഒരുമിച്ച്. सुरेंद्र जी का बेला से क्रोध करना, അതുപോലെ അവരുടെ സാറായ സുരേന്ദ്ര സാറ് ആ ബേലയുടെ അടുത്ത് ദേഷ്യപ്പെട്ടിരുന്നു. बेला के सिर पर चोट लगना, അതുപോലെ ബേലയുടെ തലയിൽ ഒരു മുറിവുണ്ടായിരുന്നു. साहिल के पैर में चोट लगना, സാഹിലിൻ്റെ കാലിലും മുറിവുണ്ടായിരുന്നു. 5वीं कक्षा का रिजल्ट, അതിൽ 5ാം ക്ലാസ്സിലെ റിസൾട്ട് വരുന്നത്. बेला और साहिल का एक दूसरे से अलग होना. അതുപോലെ ബേലയും സാഹിലും പിരിയാൻ പോവുകയായിരുന്നു അല്ലേ. देखिए बच्चों, सुरेंद्र जी का 5वीं कक्षा को लेकर हम पटकथा तैयार कर सकते हैं. साहिल का एक दूसरे से अलग होना. इनमें से किसी भी घटना को लेकर हम पटकथा तैयार कर सकते हैं. അപ്പം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് പട്കഥ, അതായത് തിരക്കഥ തയ്യാറാക്കാം. आपने कहीं पटकथा पढ़ी है? നിങ്ങൾ എവിടെയെങ്കിലും തിരക്കഥ പഠിച്ചിട്ടുണ്ടോ? पढ़ी है. अच्छा, ആ, कहाँ? എവിടെ പഠിച്ചിട്ടുള്ളത്? हाँ, 9वीं कक्षा में. 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് अच्छा, അല്ലേ. कौन सी पटकथा? അത് ഏത് തിരക്കഥയായിരുന്നു? हाँ, टीवी नामक पटकथा. ടി വി എന്ന് പറഞ്ഞ ठीक है. तो തിരക്കഥയാണ് പഠിച്ചത്. बताइए पटकथा की विशेषताएं क्या क्या हैं? എന്തൊക്കെയാണ് തിരക്കഥയുടെ വിശേഷതകൾ? बताइए. നിങ്ങൾ പറ. आपने क्या कहा? हाँ, पटकथा के लिए एक प्रसंग चाहिए. അപ്പോൾ പട്കഥയ്ക്ക് വേണ്ടിയിട്ട് ഒരു സന്ദർഭം അല്ലേ, ഒരു പ്രസംഗ് വേണം അല്ലേ. എന്നൊരു സന്ദർഭം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു തിരക്കഥ തയ്യാറാക്കാൻ പറ്റുള്ളൂ. अच्छा, यहाँ कौन सा प्रसंग लेंगे? നമുക്കിപ്പോൾ ഇവിടെ ഏത് സന്ദർഭം എടുക്കണം? रिजल्ट का. अच्छा, तो बताइए. ये स्लाइड देखिए. पटकथा में 2 मुख्य अंश हैं. दृश्य, ഒരു തിരക്കഥയിൽ 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ദൃശ്യ ഓർ സംവാദ്. അതിലൊരു ദൃശ്യം വേണം, അതായത് ഒരു സീൻ, എന്ത് കാര്യത്തെയാണ് നമ്മൾ ദൃശ്യവൽക്കരിക്കാൻ പോകുന്നത് അതിനെപ്പറ്റി ഒരു ഇത് വേണം. അതുപോലെ സംവാദം, അവർ തമ്മിലുള്ള, അതിലെ ആളുകൾ തമ്മിലുള്ള സംഭാഷണവും വേണം. और संवाद. मुख्य अंश क्या क्या है? दृश्य और संवाद. अब बताइए दृश्य में क्या क्या आते हैं? देखिए, ദൃശ്യത്തിൽ സ്ഥാൻ. എന്തൊക്കെയായിരിക്കും വരുന്നത്? സ്ഥാൻ വരും അല്ലേ, സമയം വരും, പാത്ര വരും. സ്ഥാൻ എന്ന് പറയുമ്പോൾ സ്ഥലം, സമയം എന്ന് പറയുമ്പം ഏത് സമയത്താണ് നടക്കുന്നത്, രാവിലെ ആകാം, ഉച്ചയാകാം, വൈകിട്ട്, അങ്ങനെ ഏത് സമയം എന്നുള്ളത് സൂചിപ്പിക്കണം. പാത്രം എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങൾ. അതുപോലെ കഥാപാത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? അവർക്കും കുറച്ച് പ്രത്യേകതകളുണ്ട്. അവരുടെ പേര് പറയണം, അതുപോലെ അവരുടെ പ്രായം, ആയു എന്ന് പറഞ്ഞാൽ പ്രായമാണ്, വേഷഭൂഷ, അവരെന്ത് തരത്തിലുള്ള വേഷവിധാനങ്ങളാണ് ധരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ആ ഒരു കാര്യത്തിൽ പറയണം. पात्र की क्या क्या विशेषताएं आदि. ठीक है, फिर क्या लिखना है? ഇനി എന്താ എഴുതേണ്ടത്? बताइए. हाँ, संवाद. സംവാദം അല്ലേ, अच्छा. സംഭാഷണങ്ങൾ. देखिए, संवाद. संवाद कैसा അപ്പോൾ होना चाहिए? സംവാദിനും കുറച്ച് കാര്യങ്ങൾ വേണം. അതായത് നമ്മുടെ കഥാപാത്രത്തിനോട് യോജിക്കുന്ന സംഭാഷണങ്ങളായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജിനും മാനറിസത്തിനും ഒക്കെ അനുസരിച്ചിട്ടുള്ള, ഹാഫ് ആവ് എന്ന് പറഞ്ഞ ബോഡി ലാംഗ്വേജാണ്, അതിനൊക്കെ അനുസരിച്ചുള്ള, ശരീരഭാഷയ്ക്ക് അനുസരിച്ചുള്ള സംഭാഷണങ്ങളായിരിക്കണം നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. के साथ हम यहाँ उचित हाव भाव भी जोड़ सकते हैं. അപ്പോൾ देखिए एक बार भी. ശരീരഭാഷയും കൂടി അവർക്ക് സംവാദ. ഇതാക്കി तो കൊടുക്കണം. हम जरा पटकथा का एक दृश्य तैयार करें. അപ്പോൾ നമുക്ക് ഒരു പട്കഥ തയ്യാറാക്കി നോക്കാം. ये स्लाइड देखिए. ये तो एक पटकथा है. ഇതൊരു പട്കഥയാണ്. स्थान स्कूल का मैदान. देखिए, स्थान कहाँ है? स्कूल का मैदान है. അപ്പോൾ ഇവിടുത്തെ ഈ തിരക്കഥയിലെ സ്ഥലം നമ്മുടെ സ്കൂളിലെ മൈതാനമാണ്. समय कब है? हाँ, सुबह है. സമയം എപ്പോഴാണ്? സുബഹ്, രാവിലെയാണല്ലേ. पात्र. ആരൊക്കെയാണ് पात्र कौन कौन കഥാപാത്രങ്ങൾ? है यहाँ? बेला और साहिल. ബേലയും देखिए, बेला സാഹിലും. करीब 11 അതുപോലെ साल അവിടെ की है. ബേലയെ പറ്റി വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. 11 വയസ്സ്, ഏകദേശം 11 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്കൂൾ യൂണിഫോമിൽ. അതുപോലെ സാഹിലിനെയും പറയുന്നുണ്ട്, ഏകദേശം 11 വയസ്സുള്ള ആൺകുട്ടി സ്കൂൾ യൂണിഫോമിൽ. അവരുടെ വസ്ത്രവിധാനവും എല്ലാം അവിടെ വിവരിച്ചിട്ടുണ്ട്. कि स्कूल यूनिफॉर्म में. साहिल करीब 11 साल का लड़का
स्कूल यूनिफॉर्म में। प्रसंग तो देखिए, साहिल और बेला एक दूसरे का रिपोर्ट कार्ड देख रहे हैं। संवाद देखिए, അപ്പോൾ സന്ദർഭം എന്ന് പറഞ്ഞാൽ സാഹിലും ബേലയും രണ്ടുപേരെ റിപ്പോർട്ട് കാർഡ് നോക്കുന്ന ഒരു സന്ദർഭമാണ്. ഇനി നമുക്ക് സംഭാഷണങ്ങൾ നോക്കാം. बेला दुख से, साहिल अब तुम कहाँ पढ़ोगे? അപ്പോൾ ബേല ദുഃഖത്തോടെ ചോദിക്കുന്നു, സാഹിൽ അബ് തും കഹാം പഠോഗെ, ഇനി നീ എവിടെയാണ് പഠിക്കുന്നത്? साहिल दुख से, അപ്പോൾ സാഹിലും ദുഃഖത്തോടെ, और तुम कहाँ पढ़ोगी बेला? നീ എവിടെയാണ് പഠിക്കുന്നത് ബേല? राजकीय कन्या पाठशाला में। ബേല പറഞ്ഞു, രാജകീയ കന്യാ പാഠശാലയിലാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. साहिल मुझे अगले साल अजमेर भेज देंगे। അപ്പോൾ സാഹിൽ പറഞ്ഞു, എന്നെ അടുത്ത വർഷത്തേക്ക് അജ്മീറിലേക്ക് അയക്കുകയാണെന്ന് പറഞ്ഞു. अब तुम यहाँ नहीं रहोगे? അപ്പം നീ ഇവിടെ ഇനി താമസിക്കില്ലേ എന്ന് ബേല സാഹിലിനോട് ചോദിച്ചു. साहिल तुम्हारी आंखों में आंसू क्यों आ रहे हैं बेला? അപ്പോൾ സാഹിൽ ചോദിച്ചു, നിന്റെ കണ്ണുകളിൽ എന്തുകൊണ്ടാണ് കണ്ണുനീർ വരുന്നത്? बेला डबडबाई आंखों से हंसकर, ബേല വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല, മുച്ചയ്ക്ക് പത്താന്നല്ലേ. मुझे क्या पता? साहिल की आंखें दुख से लाल होती हैं। संवाद एक बार भी അതുപോലെ देखिए, എന്താണ്, സാഹിലിൻ്റെ കണ്ണുകളും വിഷമം കാരണം ചുവക്കുന്നു. ഇതാണ് ഒന്നാമത്തെ പട്കഥ. और तुम कहाँ पढ़ोगी बेला? बेला राजकीय कन्या पाठ। साहिल तुम्हारी आंखों में, साहिल की आंखें दुख से लाल होती हैं। സാഹിലിൻ്റെ കണ്ണും ചുവന്നിരിക്കുകയായിരുന്നു. बच्चों एक और प्रसंग को ले, ഇനി ഒരു സന്ദർഭം കൂടി നമുക്ക് നോക്കാം. देखिए उदाहरण के लिए सुरेंद्र जी का बेला से क्रोध प्रकट करना। സുരേന്ദ്രജി मानिए, ബേലയോട് दोपहर में ദേഷ്യപ്പെട്ട बेला സന്ദർഭമാണ് और എടുക്കുന്നത്. साहिल एक साथ मैदान में हैं। इस प्रसंग को लेकर हम कैसे पटकथा तैयार करें? അപ്പോൾ നമ്മൾ ബേലയും സാഹിലും ആ സന്ദർഭത്തിന് ശേഷം മൈതാനത്തിരിക്കുകയാണെന്നുള്ളത് ചിന്തിച്ച് ആ രീതിയിൽ നമുക്കൊരു പട്കഥ തയ്യാറാക്കാം. जरा देखें, നമുക്ക് നോക്കാം. देखिए यहाँ पर भी स्थान वही है, स्कूल मैदान। समय शायद दोपहर। അപ്പോൾ ഇവിടെ സ്ഥാൻ പറഞ്ഞിട്ടുണ്ട്, സ്കൂളിലെ മൈതാനമാണ്. അതുപോലെ സമയം ചിലപ്പം ഉച്ചയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ദോപ്പഹർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 12 बजे। तो पटकथा का रूप 12 മണി. देखिए, स्थान स्कूल का मैदान, समय दोपहर 12 बजे, पात्र यहाँ भी बेला और साहिल हैं। ഇവിടെയും കഥാപാത്രങ്ങൾ ബേലയും സാഹിലുമാണ്. बेला करीब 11 साल की लड़की, स्कूल यूनिफॉर्म में। साहिल करीब 11 साल का लड़का, स्कूल यूनिफॉर्म में। साहिल दुख से, बेला तुम अभी भी दुखी हो क्या? അപ്പോൾ സാഹിൽ ദുഃഖത്തോടെ ചോദിക്കുന്നു, ബേല നീ ഇപ്പോഴും വിഷമിച്ചിരിക്കുകയാണോ? बेला नीचे की ओर देखकर हंस। ഈ സന്ദർഭം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, സാഹിലിന് അതായത് ബേലയ്ക്ക് സാറിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയപ്പോൾ സാഹിലിനെ കണ്ണുകൊണ്ട് നോക്കാൻ തന്നെ മടിയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ബേല താഴേക്ക് നോക്കിയിരുന്നുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ. എന്താ പറഞ്ഞത്? साहिल मैं बहुत डर गई, मेरे पाँव कांप रहे थे। അത് നീച്ചേക്ക് ഓർ ദേക്കർ, അത് താഴോട്ട് നോക്കിക്കൊണ്ട് ബേല എന്താണ് പറഞ്ഞത്? സാഹിൽ മേ ബഹുത് ഡർ ഗയി, ഞാൻ ഒരുപാട് പേടിച്ചു. മേരെ പാവ് കാം രഹേത്തെ, എൻ്റെ കാലുകൾ വിറയ്ക്കുകയായിരുന്നു. साहिल वो तो मैं जानता हूँ बेला। बेला അപ്പോൾ സാഹിൽ പറഞ്ഞു, ആ വോത്തോ മേ ജാൻതാ, അതെനിക്ക് അറിയാം ബേല. लेकिन इसमें मेरी गलती कुछ भी। അപ്പോൾ ബേല പറഞ്ഞു, ലേക്കിൻ ഇസ്മേ മേരി ഗൽത്തി കുച്ച് ബി നെഹി, അപ്പം ഇതിലെൻ്റെ ഒരു തെറ്റുമില്ലാന്ന് ബേല പറഞ്ഞു. ही नहीं, मैड साहब को ऐसा लगे तो क्या करें? സാറിന് ഇങ്ങനെ തോന്നിയതിൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? साहिल छोड़ो बेला, हम हाथ धोकर खाना खाएं। അപ്പോൾ സാഹിൽ പറഞ്ഞു, ബേല അത് നീ മറന്നു കള, നമുക്ക് പോയി കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാം. एक बार भी देखिए संवाद। साहिल दुख से काम रहे थे। साहिल वो तो मैं जानता हूँ बेला, छोड़ो बेला, हम हाथ धोकर खाना खाएं। बेला हाँ चलो അപ്പോൾ ബേല പറഞ്ഞു, ആ ശരി പോകാം. जाते हैं। അവർ രണ്ടുപേരും പോകും. बच्चों इस तरह अन्य प्रसंग को लेकर भी
पटकथा तैयार करें. അപ്പോൾ കുട്ടികളെ നിങ്ങൾ ഇതുപോലെ മറ്റ് സന്ദർഭങ്ങളും നോക്കിയിട്ട് ഇതുപോലത്തെ തിരക്കഥകൾ തയ്യാറാക്കുക. इसे प्रसंगों को लेकर वार्तालाप भी तैयार करें. അതുപോലെ ഈ സന്ദർഭങ്ങളുടെ സംഭാഷണങ്ങൾ നിങ്ങൾ തയ്യാറാക്കുക. अपनी अध्यापिका को दिखाएं. നിങ്ങളുടെ അധ്യാപകരെ अब हम കാണിക്കുക. कहानी में आए कुछ विशेषण शब्द देख लें. ഇനി നമുക്ക് ഈ കഥയിൽ വന്ന കുറച്ച് വിശേഷണ ശബ്ദങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് നോക്കാം. ये स्लाइड देखिए. पीले फूल, इसमें विशेषण शब्द कौन सा है? അപ്പോൾ ഈ പീലെ ഫൂൽ എന്ന് പറഞ്ഞാൽ മഞ്ഞ പുഷ്പം എന്നാണ്, അല്ലെങ്കിൽ മഞ്ഞ പൂവ് എന്നാണ് അർത്ഥം. ഇതിൽ വിശേഷണ ശബ്ദം ഏതാണ്? പൂവിനെ വിശേഷിപ്പിക്കാനായിട്ട് ഇവിടെ ഒരു മഞ്ഞയും കൂടി ചേർത്തിട്ടുണ്ടല്ലേ, അപ്പം മഞ്ഞയാണ് ഇവിടുത്തെ വിശേഷണ ശബ്ദം. बताइए. देखिए, पीले शब्द फूलों की विशेषता बताता है. फूलों की विशेषता बताता है, इसलिए पीले शब्द हाँ वही विशेषण है. पीले അതുകൊണ്ട് പീലയാണ് ഇവിടുത്തെ വിശേഷണത. शब्द विशेषण है. अन्य विशेषण शब्द देखिए. നമുക്ക് देखिए വേറെ सर- കുറച്ച് വിശേഷണ ശബ്ദങ്ങളൂടി നോക്കാം. साइड पर गीली हवा, അത് ഹരേ നനഞ്ഞ ഖേത്ത. കാറ്റ്. അപ്പോൾ കാറ്റിനെ വിശേഷിപ്പിക്കാനായിട്ട് ഗീലി എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ഗീലിയാണ് അവിടുത്തെ വിശേഷണ ശബ്ദം. छोटा बाजरा, प्यारी बूंदे, नीली स्याही. एक बार भी देखिए. गीली हवा, हरे खेत, छोटा बाजरा, प्यारी बूंदे, नीली स्याही. गीली हवा में विशेषण कौन सा है? അപ്പോൾ ഗീലി ഹവയിൽ വിശേഷണം ഏതാണ്? गीली है ना, ഗീലിയാണല്ലേ. या हवा? अच्छा, ठीक है, गीली. इस प्रकार अन्य विशेषण शब्द पहचान कर लिखिए. അപ്പോൾ ഇതുപോലെ മറ്റ് ബാക്കിയുള്ളതിൻ്റെയും വിശേഷണ ശബ്ദം എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എഴുതുക. अब आप ये स्लाइड देखिए. ഇനി നമുക്ക് ഈ कहानी സ്ലൈഡ് के നോക്കാം. आधार पर सही मिलान कीजिए. देखिए അപ്പോൾ കഥ അനുസരിച്ചിട്ട് നമ്മൾ കഥ വായിച്ചില്ലേ, അതിൽ നിന്ന് മനസ്സിലാക്കി അനുസരിച്ചിട്ട് ഇത് മാച്ച് ചെയ്യണം. ഏതൊക്കെ തമ്മിലാണ് ചേരുന്നതെന്ന് വെച്ചാൽ അത് ചേർക്കണം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. पेड़ बहुटियाँ, साहिल की आंखें, साहिल के आंसू. അപ്പോൾ ഇവിടെ ബീർ ബഹൂട്ടിയ പറഞ്ഞിട്ടുണ്ട്. സാഹിൽ കെ ആക്കെ, സാഹിലിൻ്റെ കണ്ണ്. സാഹിൽ കെ ആസു, സാഹിലിൻ്റെ കണ്ണീര്. ഇതിന് ചേരുന്ന വാക്യങ്ങൾ അപ്പുറത്ത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ചേർക്കണം. बीर बहुटी की तरह लाल, ബീർ ബഹൂട്ടിക്ക് തരഹ് ലാൽ, ബീർ ബഹൂട്ടിയെ പോലെ ചുവന്നത്. അതെന്തായിരുന്നു? നമ്മൾ പറഞ്ഞല്ലേ, വിഷമം വന്നപ്പോൾ സാഹിലിൻ്റെ കണ്ണുകളായിരുന്നു. അപ്പോൾ സാഹിൽ കി ആക്കെ ബീർ ബഹൂട്ടിക്ക് തരഹ് ലാൽ. बारिश की बूंदें जैसे, ബാരിഷ് കി ബൂന്തൻ ജैसे, മഴത്തുള്ളി പോലെ. മഴത്തുള്ളി പോലെ എന്തായിരുന്നു? സാഹിൽ കെ ആസു ആയിരുന്നു അല്ലേ, സാഹിലിൻ്റെ കണ്ണുനീരായിരുന്നു. खून की बूंदों की तरह लाल. കൂൻ കി ബൂന്തോം കി തരഹ് ലാൽ, ചോരയുടെ തുള്ളി പോലെ ചുവന്നത്. അതെന്തായിരുന്നു? ബീർ ബഹൂട്ടിയായിരുന്നല്ലേ. देखिए बच्चों, पेड़ बहुटियाँ, साहिल की आंखें तरह लाल. देखिए यहाँ बीर बहुटियाँ लाल, क्या है? सही है? मिलान सोच समझ कर कीजिए. देखिए बेला അപ്പോൾ और അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ തന്നെയായിരുന്നു. നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കി ചിന്തിച്ച് നിങ്ങളുടെ ബുക്കിൽ എഴുതുക. साहिल अलग अलग होने वाले थे ना. അപ്പോൾ സാഹിലും ബേലയും എന്താണ്, വെവ്വേറെ ആവാൻ പോവുകയാണല്ലേ, പിരിയാൻ പോവുകയാണ്. तब साहिल की दशा क्या थी? അപ്പോൾ സാഹിലിൻ്റെ അവസ്ഥ എന്തായിരുന്നു? साहिल की आंखें बीर बहुटियों की तरह लाल हो गई. സാഹിലിൻ്റെ കണ്ണ് ബീർ ബഹൂട്ടിയെ പോലെ ചുവന്നിരുന്നു അല്ലേ. इस तरह के प्रश्न कहानी में ढूंढें, उत्तर लिखें. അപ്പോൾ संदेह हो ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കുക. तो अपनी अध्यापिका से पूछ लीजिए. अब जरा ये वाक्य देखें. നമുക്കിനി ഈ വാക്യം ഒന്ന് നോക്കാം. उन्हें बीर बहुटियों से मिलना होता था. അവർക്ക് ബീർ ബഹൂട്ടിയെ കാണണമായിരുന്നു അല്ലേ. അപ്പോൾ അവർക്ക് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഉന്നയും. मुझे क्या पता. മുച്ചേ ക്യാ പത്ത, എനിക്ക് എന്തറിയാം. पहले वाक्य में
उन्हें किसका सूचक है? അപ്പോൾ ഒന്നാമത്തെ വാക്യത്തിൽ ഉന്നയും എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയൊക്കെയാണ്? കിസ്ക സൂചക ആരെയാണ് സൂചിപ്പിക്കുന്നത്? ആരായിരുന്നു ബീർബഹുട്ടി നോക്കാൻ പോയത്? हाँ, साहिल और बेला के। അപ്പോൾ സാഹിലും ബേലയായിരുന്നു അല്ലേ? ठीक है ना? हाँ, अर्थात साहिल और बेला को बीर बहुटियों से मिलना होता था। ऐसे शब्दों को सर्वनाम कहते हैं। അപ്പം ഇങ്ങനെയുള്ള ശബ്ദങ്ങളെ, അതായത് സാഹിലിനും ബേലയ്ക്കും ഇവരോട് ഉന്നയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള ശബ്ദങ്ങളെ സർവനാം എന്നാണ് പറയുന്നത്. कहते हैं ऐसे शब्दों को सर्वनाम कहते हैं। क्या आप जानते हैं उन्हें में निहित सर्वनाम क्या है? बताइए। അപ്പോൾ ഉന്നേമയിലുള്ള സർവനാമം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? वो है ना? नहीं, वे। अच्छा, ठीक है। വേ ആണല്ലേ? वे के साथ को लिखने से उन्हें का रूप बनता है। അപ്പോൾ വേ അധികം കോ ആയാൽ എന്താണ്? ഉന്നേം എന്നാണ് വരുന്നത്. ഉന്നേ അല്ലെങ്കിൽ ഉൻകോ. देखिए, वे के साथ को लगने से उन्हें का रूप बनता है। इस स्लाइड देखिए, वे के साथ को लगने से उन्हें या उनको ऐसा रूप बनता है। इस तरह अगला स्लाइड देखिए, ഇനി അടുത്ത സ്ലൈഡ് നോക്കാം. मैं के साथ को लगने से मुझे या मुझको ऐसा रूप അപ്പം മേ അധികം കോ വരുമ്പം മുച്ച്കോ അല്ലെങ്കിൽ മുച്ചെ എന്നാണ് വരുന്നത്. बनता है। एक बार भी देखें, वे के साथ को लगने से उन्हें या उनको ऐसा रूप बनता है, और मैं के साथ को लगने से मुझे या मुझको ऐसा रूप बनता है। इस तरह के शब्दों को पहचानिए। कोई संदेह है तो अध्यापिका से അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ശബ്ദങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അധ്യാപകരോട് ചോദിക്കുക. पूछ लीजिए। आपको बेला और साहिल की दोस्ती कैसी लगी? നിങ്ങൾക്ക് आपको भी ബേലയുടെയും इसी दोस्ती है ना? हाँ, अपनी किसी दोस्ती की याद पर टिप्पणी लिखें, उसकी मार्मिक प्रस्तुतिकरण करें, अध्यापिका को दिखाएं। धन्यवाद। അപ്പോൾ നിങ്ങൾക്ക് ബേലയുടെയും സാഹിലിൻ്റെയും സുഹൃത്ത് ബന്ധം എങ്ങനെ ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയിട്ട് എന്താണ് ആ സുഹൃത്ത് ബന്ധത്തെ പറ്റിയിട്ട് നിങ്ങൾ ടിപ്പണി എഴുതാൻ ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നിന്നിട്ട് നിങ്ങളുടെ അധ്യാപകരെ കാണിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക.